തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ 3.5 ഏക്കറിൽ 10 ലക്ഷം ചതുരശ്ര അടിയിൽ പുതിയ IT കെട്ടിടം വരുന്നു. നേരിട്ടുള്ള വിദേശ നിക്ഷേപവും 10,000 തൊഴിലവസരങ്ങളും ഇതുവഴി കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. UAE ആസ്ഥാനമായ ബിസിനസ് കമ്പനിയാണ് 850 കോടി രൂപയുടെ നിക്ഷേപം ടെക്നോ പാർക്ക് ഫേസ് 3-നായി പ്രഖ്യാപിച്ചത്. UAE ആസ്ഥാനമായ അൽ മസൂക്കി ഹോൾഡിംഗ് FZC ബിസിനസ് കമ്പനിയാണ് ടെക്നോ പാർക്ക് ഫേസ് 3-ൽ 850 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3.5 ഏക്കർ സ്ഥലത്താണ് മെറിഡിയൻ ടെക് പാർക്ക് എന്ന പേരിലുള്ള ലോകോത്തര IT അധിഷ്ഠിത അടിസ്ഥാന പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ലെറ്റർ ഓഫ് ഇന്റന്റ് വ്യവസായ മന്ത്രി P രാജീവിന്റെ സാന്നിധ്യത്തിൽ അൽ മസൂക്കി ടെക് പാർക്ക് CEO അജീഷ് ബാലദേവൻ ടെക്നോ പാർക്ക് CEO കേണൽ സഞ്ജീവ് നായർക്ക് കൈമാറി. പദ്ധതി വഴി 10,000-ത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും സുപ്രധാന IT നിക്ഷേപങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് വ്യവസായ വകുപ്പ് മന്ത്രി പങ്കുവച്ചത്. 850 കോടി രൂപയുടെ FDI ആണ് ഈ പദ്ധതിയിലൂടെ കേരളത്തിലേക്ക് വരുന്നു എന്നതിൽ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. അതിൻ്റെ ഭാഗമായി 10,000-ഓളം ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും ഏകദേശം 1,500 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ട്വീൻ ടവർ മാതൃകയിൽ 21 നിലകളിലായിട്ടായിരിക്കും കെട്ടിടം നിർമ്മിക്കുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വ്യോമയാനം, ആരോഗ്യ സംരക്ഷണം, റോബോട്ടിക്സ്, ലോജിസ്റ്റിക് IT അധിഷ്ഠിത സേവനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിലെ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിന് ഗ്ലോബൽ ഓർഗനൈസേഷനുള്ള ഇൻഡസ്ട്രീസിലേക്ക് അവരുടെ പ്രതലം വളർത്താൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഈ അൽ മസൂക്കി ഗ്രൂപ്പിൻ്റെ IT ടവർ പ്രൊജക്റ്റ് മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും വലിയ പദ്ധതി ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിനായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന അൽ മസൂക്കി ഹോൾഡിംഗ്സ് കമ്പനിക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും വ്യവസായ മന്ത്രി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.